രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പാസ്ത ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പം ഒരു സവാളയൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ വെച്ച് ഞാൻ ആ സവാളയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വേറെ പച്ചക്കറിയൊന്നും അങ്ങനെ ഇല്ലായിരുന്നു, സവാള മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അതൊന്ന് വാടി വന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സ്വല്പം മുളക് പൊടി, കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മസാലയൊന്ന് മൂത്ത് വന്നുണ്ടെങ്കിൽ അതിലേക്ക് പാസ്തയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ആ പാസ്ത നകക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുമ്പം ഞാനത് ഓഫാക്കും. എന്നിട്ട് കുറച്ച് പ്രഷർ അങ്ങ് തുറന്നു വിടും. അതിനുശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഇച്ചിരി ടൊമാറ്റോ സോസും മയോണൈസും ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതുണ്ടാക്കുന്നതിൻ്റെ അന്ന് അവർ സന്തോഷത്തോടെ കഴിച്ചോളും. അപ്പോൾ അതിനുശേഷം പിന്നെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ പാത്രം കഴുകൊക്കെ ഉണ്ടായിരുന്നു. പാത്രമൊക്കെ കഴുകി പിന്നെ കുടിക്കാൻ വെള്ളം വെക്കണം, തിളപ്പിക്കാൻ വെള്ളം ഒഴിക്കണം, ക്യാനിൽ വെള്ളം ഒഴിച്ച് വെക്കണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്തു. പിന്നീട് അരി ഇടാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് അനന്ന് വന്നുണ്ടേ അരിയും കൂടെ കഴുകിയിട്ടിട്ടുണ്ട്. അവിടെ ഞാൻ തുണി കഴുകാനായിട്ട് പൈപ്പ് കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. തുണി അവിടെ വാഷ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ കറിയൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് ഇന്ന് ഒരു കൂട്ടാൻ മാത്രം വെച്ചാൽ മതി. ഇന്നുണ്ടാക്കുന്നത് ഈ സ്പ്രൗട്ട്, കുറച്ച് ചെറുപയർ ഞാൻ ഇന്ന് കഴിഞ്ഞ വെള്ളം ഒരു ദിവസം ഞാൻ അത് ഇങ്ങനെ കുതിർത്ത് വെച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഒത്തിരി മുളയൊന്നും പൊട്ടിയില്ല കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് കടുക്, ഇച്ചിരി ജീരകം ഇട്ടു, പിന്നെ ചതച്ച വെളുത്തുള്ളിയും സവാളയും ഇതെല്ലാം ഇട്ട് കറിവേപ്പില ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് അതൊന്ന് മസാല മൂത്ത് വന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 2-3 ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോ ആയിരുന്നു, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ആ ടൊമാറ്റോയുടെ ഒന്ന് വാടി വരുന്നിടം വരെ ഞാനിതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഞാനൊന്ന് അടച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ അതൊന്ന് വഴന്ന് വന്നുണ്ടെങ്കിൽ ആ സ്പ്രൗട്ട് ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞില്ല കുറച്ച് മുളയെ പൊട്ടിയിട്ടുള്ളൂ. കാരണം സാധാരണ ഞാൻ തുണിക്കകത്താ കെട്ടി വെക്കുന്നത്. ഇപ്രാവശ്യം തുണി കെട്ടി വെച്ചില്ല. ഞാനിത് കഴുകിയിട്ട് താണ്ട് ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചിരിച്ച വെള്ളം കുടഞ്ഞു കൊടുക്കും. 2 ദിവസം വെക്കുമായിരുന്നെങ്കിൽ നന്നായിട്ട് മുള പൊട്ടിയാലും ഞാൻ ഒരു ദിവസമേ വെച്ചുള്ളൂ. അതുകൊണ്ട് അധികം മുള വന്നിട്ടില്ലേ. അപ്പോൾ ഇതൊന്ന് വേവണമല്ലോ, ഞാനത് നകക്കെ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് അവിടെ തീയിലവിടെ കിടന്നൊന്ന് വേവട്ടെ. കുറച്ച് നേരം കഴിഞ്ഞ് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അന്നേരം ടൊമാറ്റോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലേ. ഈ കൂട്ടൻ ചപ്പാത്തിയോടെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ്, ഈ സ്പ്രൗട്ടും ചപ്പാത്തിയും കൂടെ. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.